തിങ്കൾ പൊന്നായി മിന്നും മിന്നൽ മിന്നാരം ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിവിന്നിൻ റാന്തൽ പൂവട്ടം കിരാവിന്റെ കുലുസിൽ കുറുമ്പ് ചിലമ്പി ഉഷായിരവിരുന്നൊരുങ്ങി മതം കൊണ്ട് മടിയിൽ മനസ്സ് മയങ്ങി സംഗീതം നുരയിടും കടല് പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ സംഗീതം നുരയിടും കടല് പോലെ സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ അഴകേറും വെൺപാവേ കരപ്പൂച്ചിറകിൽ കസവുണ്ട് നെഞ്ചിൽ മഞ്ചിൽ മണരുണ്ട് സ്വപ്നം കാണാൻ കൊതിയുണ്ട് ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരും സംഗീതം ഷാരോൺ നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിമിന്നിൻ റാന്തൽ പൂവെട്ടം മുത്തുചേരി ചിലമ്പൊലിയേ രാത്രി തൻ മുറ്റത്തല്ലേ ഉല്ലാസപ്പൂരം മുത്തുചേരി ചിലമ്പൊലിയേ രാത്രി തൻ മുറ്റത്തല്ലേ ഉല്ലാസപ്പൂരം ഹാപ്പി ദിവാലി. അങ്ങനെ ദിവാലി സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം ടു കോമഡി മാസ്റ്റേഴ്സ് ആൻഡ് ഹാപ്പി ദിവാലി. ഈ ദിവാലി എപ്പിസോഡ് ഞങ്ങൾക്ക് ശരിക്കും കളർഫുൾ ആക്കി ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഈ ഡാൻസർ ടീമാണ്. ആ ടീമിൽ എല്ലാവർക്കും നല്ലൊരു കൈയടി. ആൻഡ് ഇവര് വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ്. ടീമിന്റെ പേര് ഞാൻ നോക്കി കളിച്ച ഒറ്റ ഒരാളാണ് ഈ കുഞ്ഞു ചിമിട്ടിനെ. എന്റെ അമ്മ എന്നാ എനർജി ആയിരുന്നു. എല്ലാം അതെ അതെ. ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നേ? ഞാൻ ഫിഫ്ത്തിലാ. ഓ മൈ ഗോഡ്, ഫിഫ്ത്തില്. ഓ മൈ ഗോഡ്, എന്റെ ക്ലാസ്സില്. ഇവരെല്ലാരും നമ്മൾ പരിചയപ്പെട്ടു. ഇവരുടെ ഒപ്പം തന്നെ രണ്ടുപേരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു നല്ല കലാകാരനാണ്. ഇന്ന് നമുക്ക് ഒരുപാട് പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് സന്ദീപ് സെബാസ്റ്റ്യൻ. ഹായ്. ഒപ്പം തന്നെ ഇവരുടെ ടീം ലീഡർ അനീഷ് ഏട്ടനും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചിരിക്ക് തിരികൊളുത്തണം. കൊളുത്തിയാലോ? അപ്പൊ ആരായിരിക്കും വരാൻ പോകുന്നത്? പൊട്ടിച്ചോ? പടക്കങ്ങൾ അങ്ങനെയല്ലേ, സൗണ്ട് കേട്ടല്ലേ നമ്മൾ അറിയുന്ന ഏതാ പടക്കം. എങ്കിൽ ചിരി നമുക്ക് അങ്ങനെ ചെയ്യാം, സർപ്രൈസ് ആയിട്ട് അങ്ങ് കാണാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പോന്നു, ഞങ്ങൾ ഇവിടെ പോന്നു, കളറാക്കും. ഞാൻ അവിടെ പോകുന്നു. മെഴുകു തിരികളിൽ ഇത് ഒരു നടക്കി പോണ ലക്ഷണമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദീപാവലിക്ക് എവിടെയെങ്കിലും പടക്കം പൊട്ടുമ്പം നീ എന്തിനാ ഞെട്ടണത്? മാമനായി പോയി, എന്നെ കൊണ്ട് ആവശ്യമില്ലാതെ പറയിപ്പിക്കല്. മാമ ഒറ്റൊരുത്തം കാരണമാണ് ഈ ദീപാവലി മൊത്തം ഞാൻ ഇങ്ങനെ ഞെട്ടണം, അറിയാവോ? എല്ലാം എന്റെ നാളെ കൊണ്ട് വേണം കേക്കണം. കുഞ്ഞുനാളിലെ ഞാനൊരു അമിട്ട് ഇങ്ങനെ എടുത്തിട്ട് കത്തിച്ചിട്ട് ഒറ്റ എറി പാപ്പ പുതിയതും പറഞ്ഞ് ഇവൻ കയറി പിടിച്ച് കൈ പൊള്ളിയത്. ആ ദീപാവലിക്ക് ഞെട്ടി തുടങ്ങിയ ഞാനാണ്. ഈ ദീപാവലിക്ക് ഞാൻ നിന്ന് ഞെട്ടണം, അറിയാമോ മാമന്? അത് അളിയ ആ ദീപാവലിക്ക് ഞെട്ടിയ പോലെയല്ല ഈ ദീപാവലിക്കുള്ള അളിയന്റെ ഞെട്ടല്. ഇന്ന് അളിയന്റെ ആദ്യ രാത്രിയാണ്. അളിയൻ ഈ പടക്കത്തെ പേടിയാണെന്ന് അളിയന്റെ ഭാര്യ അറിഞ്ഞാലേ പിന്നെ അളിയൻ ഒരു വിലയുണ്ടാവില്ല. അളിയ ആർക്കാ നാണക്കേട്? ആർക്കാ നാണക്കേട്? ആർക്കാ നാണക്കേട്? എനിക്കാ നാണക്കേട്. ഇങ്ങനെ കിടന്ന് ഞെട്ടല്ലടാ മാമ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തോന്ന്? ഈ ദീപാവലി തീരുന്നവരെ ഞാൻ മീരയെ വിളിച്ചോണ്ട് അപ്പച്ചിയുടെ വീട്ടിൽ പോയിന്നാലോ? നല്ലതാണ്. എന്റെ അപ്പച്ചിയുടെ വീട് അവിടെ ശിവകാശിയില്. പടക്കങ്ങൾ ഹോൾസെയിലായിട്ട് ഇങ്ങോട്ട് പടത്തി വിടുന്നത്, അങ്ങോട്ടൊന്നും കയറി കൊടുക്കുന്നത്.
അവിടെ ഒന്നും പോണ്ട. പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു പൊല്യൂഷൻ നോക്കട്ടെ. പൊല്യൂഷൻ അല്ല സൊല്യൂഷൻ. ഇത്രയും പൊല്യൂഷന്റെ ഇടയിൽ ഞാൻ സൊല്യൂഷൻ നേരെ പറയാത്തന്റെ കുറവേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാന്ന്. കിട്ടി. എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിനക്ക് പേടി തോന്നുകയാണെങ്കിൽ നീ ഒച്ചത്തി പാട്ട് പാടിയാൽ മതിയെന്ന്. ആഹാ, അപ്പൊ യേശുദാസൊക്കെ ഈ പേടി കൊണ്ടാണോ പാടുന്നത്? എന്തെന്റെ കുഴപ്പമാടാ? കാക്കേനെ കടിച്ചു പിടിച്ചോണ്ട് വന്ന് നിന്നിട്ട് പേടി കൊണ്ട് പാടണം. എന്റെ പെങ്ങളെ മോളെ നീ കെട്ടിപ്പോയി, ആ ഒരു അപരാധം ചെയ്തിട്ടുള്ളൂ. മര്യാദയ്ക്കൊന്നു പേടി കൊണ്ട് പറഞ്ഞു. മക്കളെ പേടി ഉണ്ടെങ്കിൽ പടക്കത്തിന് സൗണ്ട് കേൾക്കുമ്പോ പാട്ട് പാടുക. ഏതെങ്കിലും വായി തോന്നണ പാട്ടൊക്കെ പാടിയാ പാട്ട് പാടിയാൽ മതി. ഞെട്ടൽ തുടങ്ങി പാടിയാൽ മതി. അത്രേ ഉള്ളൂ. ഓ പാടി പാടിക്കും. ദൂരെയേതോ രാക്കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം. അടിപൊളി അടിപൊളി. ഗന്ധർവന്മാർ പാടി വന്നു. നിനക്ക് എന്തടാ എവിടെ ഗന്ധർവന്മാര് പാടി? വായം വെച്ചോണ്ട് മിണ്ടാകുന്നു. യേശുദാസനോടാ വാ. ഞാനും ഭാസ്കരമാഷും പണ്ട് ചുള്ളിക്കം പൊടിക്കാൻ പോയാ ചുള്ളിക്കം പൊടി അടിക്കും. മധുവിധുരാഗണേ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെ മധുവിധുരാഗണേ സുരഭിലയാമ. മീരയ്ക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലി ദിനത്തിൽ ഒരു ദീപവുമായി മനുവേട്ടന്റെ വീട്ടിലേക്ക് വലത് കാലി വെച്ച് കയറി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ്. അതെ അതെ, കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും. ഇനി പാലവിടെ വെച്ചോട്ടെ. വച്ചോ വച്ചോ കേട്ടോ. ഏറ്റവും വലിയ പടക്കം ദീപാവലിയാണ്. പിന്നെ ഇന്നേ ദീപാവലിയല്ലേ, പുറത്ത് കുട്ടികളും വലിയ ആൾക്കാരും എല്ലാരും പടക്കമൊക്കെ പൊട്ടിച്ച് കളിക്കണം. നമുക്കും പോയി കളിക്കാം. അയ്യോ, വീടിന്റെ പുറത്തിറങ്ങിയുള്ള ഒരു ദീപാവലി ആഘോഷവും നമുക്കില്ല. എത്ര ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് പൊട്ടിച്ചു കളയുന്നതെന്ന് അറിയാമോ? ഈ പൈസ ഉണ്ടാക്കി തെരുവിൽ അലയുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ആഹാരം മേടിച്ചു കൊടുത്തൂടെ? ഈ വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ദീപാവലി വന്നാൽ ദീപം കൊളുത്തുന്നു, പടക്കം വേണ്ട, കിടക്കുന്നു, ഉറങ്ങുന്നു. ശരിയാ, ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയാണല്ലേ. അതെ അതെ അതെ. വിനാദം നാദം നാദം വിനാദം നാദം നാദം ദേവദുന്ദുവിതൻ വർഷമംഗളഗോളം ദേവഹിന്ദുവിതൻ വർഷമംഗളഗോൾ ദുന്ദുന്ദുന്ദുന്ദുന്ദു വിനാദം നാദം നാദം ദുന്ദുന്ദുന്ദുന്ദുന്ദു വിനാദം നാദം നാദം. എന്തിന് ഡാൻസ് കളിച്ചാ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്കാണെങ്കിൽ ആരെങ്കിലും പാട്ട് പാടണ കേട്ടാ അപ്പ ഡാൻസ് കളിക്കണം. അയ്യോ, അപ്പൊ ഇന്ന് മെഗാ ഷോ. അല്ല, അപ്പൊ ചേട്ടൻ എന്തിനാ പാട്ട് പാടിയേ? അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ മൂഡ് വരുമല്ലോ. ഈ മൂഡ് വരുമ്പം ഞാൻ അറിയാതെ പാടിപ്പോവും കേട്ടോ. എന്നാ ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. അതെ അതെ. നിനക്ക് പൊട്ടിക്കല്ലേ എന്റെ ആദ്യ രാത്രി. തുളുമ്പും മാതക മധുപാലപാത്രം നിന്റെ പാൽപാത്രം. തുളുമ്പും മാതക മധുപാലപാത്രം നിന്റെ പാൽപാത്രം. തുളുമ്പും മാതക മധുപാലപാത്രം നിന്റെ പാൽപാത്രം. പാല് കളഞ്ഞ്. നമുക്ക് ഈ പാലിൽ നിന്ന് നമ്മൾ ആദ്യ രാത്രിയിലേക്ക് നിൽക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് മൂടി പുതച്ചങ്ങ് കിടക്കാം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എപ്പോഴെങ്കിലും തോന്നിയല്ലോ. പാലിച്ചവിട്ടി വീഴല്ലേ, പല്ലളവും. പാൽവെണ്ണയുണ്ണേന്റെ കണ്ണ നറുപാലാഴിയിലാലോലം താലോലം. എന്നിട്ട് 3-ാം ക്ലാസ്സിലെ ബെഞ്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീ കളിക്കണം. പടി കയറും, തലയിലൊന്നും കയറി ഇരിക്കല്ലേ. മധുവിധുരാഗണേ
കിറ്റ് തെറ്റൊന്ന് വാങ്ങിക്കാത്തൊക്കെ എടുത്ത് എറിഞ്ഞു തന്നാ മടിയിലൊരാൺ പൂവിനെ ആര് വിസിലടിച്ചത്? ഞാനല്ല. പിന്നെ ആരാ വിസിലടിച്ച? എന്തോ ഒരു സാധനം വന്ന് വീണ് നടക്കുന്നു. എന്തോ സംഭവം? ആര് വിസിലടിച്ച? പിടിക്കല്ലേ ഞാൻ ഇതെടുത്ത് കളയാം. കളയണ്ട, പിടിക്കല്ലേ. ഞാൻ പിടിച്ചോട്ടെ please. പിടിക്കല്ലേ പിടിക്കല്ലേ. ഞാൻ പിടിക്കും. മാമാ ഞാൻ പിടിക്കും. പിടിക്കല്ലേ. ഞാൻ പിടിക്കും. മാമ കഥ നോക്കൂ, കഥ പടച്ചു വെച്ചേക്കാണ്. മാമ കയറി വാ മാമ ഇങ്ങോട്ട്. ഞാൻ പിടിക്കട്ടെ പ്ലീസ്. മാമ അവള് കയറി പിടിക്കും. മാമ വാ മാമ. പിടിക്കല്ലേ മക്കളെ, പിടിക്കല്ലേ. മാമ എവള് പിടിക്കും. മാമ പിടിക്കും. മാമ മാമ എവള് പിടിക്കും. മാമ പെട്ടെന്ന് ഇങ്ങോട്ട് വാ മാമ. നിങ്ങൾ എന്താ കട മാമ ആ കട്ടിലോട്ട് നോക്കിയാണോ മാമ? എന്റെ പെണ്ണുമ്പിള്ള കിടക്കണല്ലേ പാടാ. അതല്ല മാമ, കട്ടിലിന്റെ മുകളിലോട്ട് ആര് കിടക്കണേ നോക്കാണ്. ഞാൻ അങ്ങനെ നോക്കൂലെന്ന്. അങ്ങോട്ട് നോക്കിയാണ് കട്ടിലിന്റെ ഇടയിൽ റോക്കറ്റ് വന്ന് കിടക്കണം. ആരുടെ റോക്കറ്റ് ഇട്ടത്? അതറിഞ്ഞൂടാ. ഈ റോക്കറ്റ് ഏതൊരു ഹോളിൽ കൂടെ വന്ന് വീണത് മാമ. ഞാൻ എടുത്ത് മാറ്റാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സമ്മതിക്കല്ലേ? ഞാൻ എടുത്ത് മാറ്റട്ടെ. പിടിക്കൽ കുഞ്ഞ പിടിക്കില്ല. മാമ എടുത്ത് മാമ എടുത്ത്. മാറ്, ഞാൻ എടുത്ത് മാറ്റാം. റോക്കറ്റ് അല്ലേടാ. മാമ സൂക്ഷിക്കണേ മാമ. എന്തിനു സൂക്ഷിക്കണം? മാമ സൂക്ഷിക്കണേ മാമ പ്ലീസ്. ഒന്നുമില്ല മക്കളെ, ഞാൻ എടുത്ത് അത് മാറ്റാം. ഞാൻ പറഞ്ഞു. എവിടെ കിടന്നു റോക്കറ്റ്? കോമരങ്ങൾ തുടിയുണ്ട്, അതിരുണ്ട്. അയ്യോ മാമ 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 മാമ. എടി മാമ. മാമ. എടി മാമ. മാമ. അയ്യോ മാമ. മാമ ഒന്നുമില്ലല്ലോ മാമ. മാമ ജുംബലക ജുംബലക ജുംബലേ ജുംബലക ജുംബലക ജുംബല ജുംബാലേ ജുംബലക ജുംബലക ജുംബല ജുംബാലേ ജുംബലേ ജുംബാലേ ജുംബാലേ കണ്ണിമുള്ള കാതൽ യെല്ലോ കാതൽ യെല്ലോ കാതൽ എന്നല്ലോ ജുംബലക ജുംബലക ജുംബല ജുംബ ജുംബാലല്ല മാമ. മാമ നീ എന്തിനു വിട്ടത് പിടിക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ലേ പാട്ട് കേട്ടാ എനിക്ക് അപ്പൊ ഡാൻസ് കളിക്കണമെന്ന്. നിങ്ങൾ അതിന് പാടാൻ പോയത്. എനിക്ക് പാടാൻ പോയതിന്റെ കാര്യം വേറെന്നല്ല. മോൾ വൈകി ഇത് മറിച്ചോണ്ട് നിന്ന് നമ്മളെ കുടുംബത്തെ ഒരു പറയട്ടെ. എനിക്ക് കുഞ്ഞുനാളില് ഒരു 5 വയസ്സുള്ള പ്രായത്തിൽ എന്റെ കയ്യിലിരുന്ന ഒരു അമിട്ട് പൊട്ടി. അതിനുശേഷം ഈ വെടിശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഞെട്ടലും വരും, വിറയലും വരും. അതുകൊണ്ട് നീ അറിഞ്ഞ നാണക്കേടാവും എന്ന് പറഞ്ഞിട്ട് ഈ വീണ് കിടക്കണ മാമനാണ് പറഞ്ഞത് ഞെട്ടൽ വരുമ്പോ ഒരു പാട്ട് പാടിയാൽ മതി, ഇത് മാറും. എന്നിട്ട് മാമൻ പോയേ. അയ്യോ അതായിരുന്നാ? അതിനാണോ നിങ്ങൾ ഈ പാടി തൊണ്ട മുഴുവനും കളഞ്ഞത്? വാ. ഇന്ന് നമ്മള് കല്യാണം കഴിച്ചാ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ? വിശ്വാസമാണ്. നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവേണ? ജീവിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലൊന്ന് പിടി. കയ്യില പിടിച്ചാ? എന്റെ കണ്ണിൽ മാത്രം നോക്ക്. നോക്കി. നോക്കിയാ? ഇനി എന്ന് നമ്മൾ ഒരുമിച്ചല്ലേ? അപ്പൊ ഇനി വെടി പൊട്ടുമ്പം ശബ്ദം കേട്ടാ പേടിക്കോ? ഇല്ല. പേടിക്കോ? ഇല്ല. ഇല്ല. പിന്നെ പേടിക്കോ? പോയില്ല. വാ കിടക്കാൻ വാ. അയ്യോ മാമ. മാമ എടി മാമ. മാമ 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 മാമോ ആരാ നീ? ആരടിച്ച? കൈ അങ്ങനെ പൊള്ളിയാ? മുഴുവടിക്കല്ലേ പാല് കിടക്കണേ മാമ. ഒന്നുമില്ല. മാമ എന്റെ പേടി പോയി. എന്റെ പേടി പോയി. അതല്ല, അതൊക്കെ അവളോട് ഞാൻ പറഞ്ഞു. വെടിയൊട്ടുമ്പോ പിറകിൽ പറഞ്ഞു. അവളെന്നെ മാറ്റില്ല. അവളെ ഇനി എനിക്ക് പേടി തോന്നുന്ന സമയത്ത് താണ്ട ഇങ്ങനെ പിടിച്ചാൽ മതി, എനിക്ക് പേടി വരൂല മാമ. മക്കളെ നീ നേരത്തെ വരേണ്ട എടുത്തിട്ട്. അത് തന്നെ എനിക്ക് മാമനോട് പറയാം. എന്റെ 5 വയസ്സ് തുടങ്ങിയ പേടി. അന്നേ ഇവിടെ കല്യാണം കഴിച്ചു വന്നിരുന്നത് ഞാൻ ഇങ്ങനെ പേടിക്കും. എനിക്കെല്ലാം മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. എന്തെങ്കിലും കേട്ടായിരുന്നോ? അയ്യോ, പിന്നെ ഞാൻ എല്ലാം കേട്ടു. കംപ്ലീറ്റ് കേട്ടു. അളിയോ അളിയന്റെ പേടിയൊക്കെ മാറിയല്ലേ? അടിപൊളി അടിപൊളി. അതുകൊണ്ട് നമുക്ക് ഈ ദീപാവലി അങ്ങ് അടിച്ച് പൊളിക്കാം. എങ്ങനാന്നാ? കൊളുത്തട പടക്കത്തിന് തിരി. എന്റെ അസുഖം മാമനും തുടങ്ങിയെന്നാണ്. മാമനോട് നിർത്താൻ പറഞ്ഞ കാര്യമില്ല. ആ പടക്കം പൊട്ടിക്കുന്നവർ അത് നിർത്താൻ പറഞ്ഞു. അതിന് ദീപാവലി കഴിഞ്ഞാലേ നിർത്തും. അതുകൊണ്ട് ഈ മെഗാ ഷോ ഇവിടെ തുടരുമോ? ഹാപ്പി ദീപാവലി.
ഇന്ന് ദീപാവലി ദിവസമാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പടക്കൊക്കെ പൊട്ടിച്ച് ദീപങ്ങളൊക്കെ കൊളുത്തി മത്താപ്പ് പൂത്തിരി കമ്പിത്തിരി തൊട്ട് എലിവാളം തൊട്ട് എല്ലാം ഇങ്ങനെ പുകഞ്ഞ് വെളിച്ചമൊക്കെ കണ്ട് ഭയങ്കര ആഘോഷത്തിലായിരിക്കും. അപ്പൊ നമ്മുടെ ഫ്ലോറിൽ അതേപോലെ ദീപാവലി ആഘോഷം പോലെ മാലപ്പടക്കം പോലൊരു സ്കിറ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇനി സമയം കളയണ്ട, നമുക്ക് നേരെ ആ മാലപ്പടക്കം സ്കിറ്റ് കാണാം. ചേച്ചി നേരെ പെട്ടെന്ന് തിരികൊളുത്തി സൈഡ് ബാറ്ററി ഓൺ ഓണായി. ഓക്കെ, അപ്പോ ഈ ദീപാവലി ദിനത്തിൽ നമ്മുടെ ഫ്ലോറിൽ ഒരു ചിരിയുടെ മാലപ്പടക്ക സ്കിറ്റ്. സംസാരിക്കണ്ട 10-20 ദിവസം കഷ്ടപ്പെട്ട് റിഹേഴ്സൽ ചെയ്തതാ. ഞങ്ങൾ ഇവിടെ അഹങ്കാരം കാണിച്ചിരിക്കും. നിന്റെ അഹങ്കാരം വെച്ച് 20 അല്ല, അതിന് മുമ്പേ മുതലേ നിനക്ക് അഹങ്കാരം ഉണ്ട്. അതല്ല പറഞ്ഞത്, ഞങ്ങൾ പഠിച്ച അഹങ്കാരം എന്ന നാടകം ഇവിടെ കാണിച്ചിരിക്കും. കാണിച്ചിരിക്കാൻ പിന്നെ എനിക്കൊന്ന് കാണാം. എന്താ ഇവിടെ പ്രശ്നം എന്തുവാ? ചേട്ടാ, നമ്മൾ ദീപാവലി സ്പെഷ്യലിന് നമ്മൾ ഇവിടെ കളിക്കാൻ വെച്ചിരുന്ന അഹങ്കാരം എന്ന നാടകം ഇല്ലയോ, അത് കളിക്കുമ്പം ആ സമയത്ത് തന്നെ ഇയാൾക്ക് അവിടെ അപ്പുറത്ത് പടക്കം പൊട്ടിക്കണം. നീ പടക്കം പൊട്ടിക്കോടാ. പൊട്ടിക്കും. പൊട്ടിക്ക് വന്നു. ഇങ്ങോട്ട് നോക്ക്. ഈ ക്ലബിന്റെ ഭാരവാഹിത്വമുള്ള നിലയിൽ തെങ്കാശി പോയി കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് വന്ന പടക്കമാണെങ്കിൽ അത് ഇവിടെ ഞാൻ പൊട്ടിച്ചിരിക്കും. അതൊന്നും അല്ല ഇവരുടെ പ്രശ്നം. പേടി. എന്താ പേടിയെന്നാ? അതായത് എന്റെ പടക്കം പൊട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ നാടകം പൊട്ടുമോ എന്നുള്ള പേടി. അതിന്റെ മനസ്സിൽ വെച്ചാ മതി. മെയിൻ നടനായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പം ഈ നാടകം പൊട്ടത്തില്ല മോനെ. നീ എവിടെ വേണേലും കൊണ്ട് പടക്കം പൊട്ടിച്ചോ, ഞങ്ങൾ നാടകം ഇവിടെ കിടക്കാനായിട്ട് അവതരിപ്പിക്കും. ഞാൻ പൊട്ടിച്ചിരിക്കും. എന്നാ പിന്നെ നീ കൊണ്ട് അവനെ വെല്ലു വിളിച്ചിരിക്കുവാ. തെറ്റിക്കല്ലേ. ഒരു കാര്യം ബെല്ലു കൊടുത്തേക്കാം. ഹലോ 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 പ്രിയമുള്ളവരെ, പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് ഈ ക്ലബ്ബുകാർ അവതരിപ്പിക്കുന്ന, ഈ ക്ലബിലെ ചുണക്കുട്ടന്മാരായ സിംഹങ്ങൾ അവതരിപ്പിക്കുന്ന 2 കിളവൻ സിംഹങ്ങളും ബാക്കി ചുണക്കുട്ടന്മാരായ സിംഹങ്ങളും അവതരിപ്പിക്കുന്ന. എത്ര വയസ്സായടാ? അപ്പൊ മൊത്തം 3 കിളവൻ സിംഹങ്ങളും ബാക്കി ചുണക്കുട്ടന്മാരായ സിംഹങ്ങളും അവതരിപ്പിക്കുന്ന നാടകം അഹങ്കാരം ഈ വേദിയിൽ ആരംഭിക്കുകയായി. ദീപം ദീപം ദീപം. ദൈവമേ, 50 വർഷത്തിലേറെയായി എല്ലാരോടും സ്നേഹത്തോടെ മാത്രമാണ് പെരുമാറിയിരുന്നത്. ആരോടും ഇച്ചിപ്പോ എന്നൊരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെല്ലാം ദൈവമാണ് എന്നെ സഹായിച്ചത്. അതിന് നന്ദി നന്ദി നന്ദി. ആരാടാ ഇപ്പൊ പടക്കം പൊട്ടിച്ച? അങ്ങനെ സഭ്യമായ ഭാഷകൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ ജീവിക്കുന്നത്. ഭാഗ്യലക്ഷ്മി ചേട്ടാ, നാട്ടുകാരൊക്കെ എന്തെല്ലാമാണ് ചേട്ടനെ പറയുന്നതെന്ന് അറിയാമോ? ഗർഭം കലക്കി. അല്ല ഭാഗ്യലക്ഷ്മി, എന്റെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചിരുന്ന രഹസ്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്താണ്, പറയൂ. അയ്യോ, കിണ്ണൻ രഹസ്യമായിരുന്നല്ലോ അത്. സൂപ്പർ രഹസ്യമായിരുന്നു. എന്റെ മനസ്സിൽ മാത്രമുള്ള രഹസ്യമായിരുന്നു. പറയുന്ന പറഞ്ഞാലേ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കുന്ന. ദൈവമേ, അതിപ്പോഴല്ല. റിഹേഴ്സലിന് വിളിക്കുമ്പം റേഷൻ കടയുടെ അവിടെ പോയി വായി നോക്കി ഇരുന്ന ഇങ്ങനെയാണോ അനുഭവിക്കുന്നേ? ഞാൻ പറയാം. നമ്മുടെ മകനെ ഡൽഹിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലേ ചേട്ടൻ രഹസ്യമാക്കി മാറ്റി വെച്ചിരുന്നത്? ഞാൻ മനസ്സിൽ കരുതുന്ന രഹസ്യം എന്നെക്കാട്ടി സൂപ്പറായിട്ട് നീ പറഞ്ഞു. അയ്യോ, അതിനെന്താ കിടന്ന് കരയുന്നത്? ചേട്ടന്റെ വായിൽ നിന്നും ആ രഹസ്യം കേട്ടപ്പോൾ എന്റെ ചങ്ക് പൊട്ടി. അയ്യോ, കരയണ്ട കരയണ്ട. സന്തോഷം തരുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് നിനക്ക് അറിയാവോ? എവിടെയാണ് അതിരിക്കുന്നത്? അവിടെ
എവിടെ ഒരു കണക്കിനാ പുല്ലി അതത്ര പറഞ്ഞു പറയാൻ സൗകര്യമില്ല. ഡയലോഗ് പഠിച്ചില്ലല്ലയോ? അതങ്ങ് പടക്കം കൊണ്ടുപോയി. അവന്റെ ടൈമിങ് അടിപൊളിയായിട്ടുണ്ട്. മോള് വരുന്നെന്ന് തോന്നുന്നു. അയ്യോ, എന്റെ മോളെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അവളെ കൊച്ചുനാളെ തൊട്ടേ ഡാൻസും കരാട്ടയും പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവൾ ആരുടെ മുന്നിലും തറ പറ്റത്തില്ല. അച്ഛാ, ഞാൻ ഡിഗ്രി പരീക്ഷയ്ക്ക് പാസ്സായിച്ച. മോളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോഴേ എനിക്ക് മനസ്സിലായി ഡിഗ്രി പരീക്ഷ പാസ്സായിട്ടുള്ളത്. മോളെ, അച്ഛനും അമ്മയും കൂടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അച്ഛാ? ഞങ്ങൾ മകളുടെ കല്യാണം കഴിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അച്ഛാ, വേണ്ടാന്ന് പറയല്ലേ. അല്ല, എന്നാന്ന്? ഉടനെ തന്നെ മോളുടെ കല്യാണം ഞാൻ നടത്തുന്നതായിരിക്കും. അച്ഛാ, എനിക്കിപ്പോഴേ വേണ്ട. അമ്പളോ വേണ്ട? അല്ല, ഇപ്പോഴേ കല്യാണം വേണ്ടെന്ന്. സത്യമല്ല, നിന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിച്ചു. പക്ഷേ നിന്റെ കല്യാണം ഞങ്ങളുടെ ഇഷ്ടത്തിന് നടത്തത്തുള്ളൂ. ഒരു കാര്യം ചെയ് ഭാഗ്യലക്ഷ്മി, എന്തോ നമുക്ക് അകത്തോട്ട് പോകാം. അവിടെ കുറെ ജോലികളുണ്ട്, ഇനി ഒരുപാട് എഴുതി തീർക്കാനുണ്ട്. വാ, എടുത്തോണ്ട് പോകാമോ? വരാൻ ഞാൻ കേട്ടോ. വരട്ടങ്ങോട്ട്, വരട്ടെ, ഞാൻ വരട്ടെ. തമ്പുരാട്ടി, തമ്പുരാട്ടി, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ തമ്പുരാട്ടിന്ന് വിളിക്കരുതെന്ന്? തമ്പുരാട്ടി എന്ന് വിളിക്കല്ലെന്ന് പോലും. മേമനയില്ലത്തെ തമ്പുരാട്ടിക്കുട്ടിയെ കറവക്കാരൻ രാഘവന്റെ മകൻ പിന്നെ എന്താ വിളിക്കണ്ടേ? തമ്പുരാട്ടി എന്നല്ലേ? ഞാൻ മിണ്ടില്ല. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ അത്? എലിവാണമാണെന്ന് തോന്നുന്നു. അയ്യോ, അതല്ല. എന്ത് സമ്മാനമാ കൊണ്ടുവന്നേന്ന്? ആ സമ്മാനമോ? കണ്ടേ, മൂട്ടിൽ ലേറ്റ് കത്തുന്ന ഒരു കുഞ്ഞു പക്ഷി. അയ്യോ, മിന്നാമിന്നി. അത് തന്നെ, മിന്നാമിന്നി. തമ്പുരാട്ടി, നിന്റെ ജീവിത അവസാനം വരെ എന്റെ ഈ സമ്മാനം നീ സൂക്ഷിക്കണം. ഇതിന്റെ മൂട്ടിൽ ലൈറ്റ് കത്തുമ്പോ എല്ലാം ഞാൻ എന്റെ കുട്ടേട്ടനെ ആലോചിക്കും. തമ്പുരാട്ടി, പക്ഷേ കുട്ടേട്ടന്റെ സമ്മാനങ്ങളല്ലല്ലോ എനിക്ക് വേണ്ടത്. പിന്നെ കുട്ടേട്ടന്റെ സ്നേഹമല്ലേ? എന്റെ തമ്പുരാട്ടി. സ്നേഹലേപനദൂതുകളാ ചൊല്ലിപ്പോയ കിളി ഒന്നു പറയൂ, പറയൂ കൂട്ടുകാരി പ്രണയം സ്നേഹം. നിർത്ത. എന്റെ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമായിട്ട് എന്റെ അധ്വാനത്തിന്റെയും അതല്ല, നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കെന്താ ഇവിടെ കാര്യം? ഈ തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്നോട് ചോദിക്കാൻ പാടുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കുക, ഈ മാലാകുട്ടിയെ ഞാനങ്ങ് എടുത്തോട്ടെ? ആഹാ, നീ എങ്ങനെയാണ് ഇതൊക്കെ കാണാതെ പഠിച്ച് പറയുന്നത്? ഇവൻ പറയുമ്പോ ഒരു വെടിയില്ല, ഒരു പുകയില്ല. എന്റെ കഷ്ടപ്പാടിന്റെയോ അധ്വാനത്തിന്റെയോ ഫലമായിട്ടുണ്ടിരിക്കുന്ന എന്റെയും മകളെ നിനക്ക് കല്യാണം കഴിച്ചാൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ, ബഹളം തൊടയിലാണോ? നോക്ക, പോക്കറ്റ് വല്ലതും ആണോ? ഇടത്തില്ല, പിന്നെ അങ്ങനെ അവിടെ കാണുന്നത്. കിട്ടി. കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. ഈ കുട്ടേട്ടനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ വിവാഹം കഴിക്കില്ല. ഞാനും. ആഹാ, നീ സ്വന്തമായിട്ട് കല്യാണം കഴിക്കാൻ പോകണോ? വേറെ ആരെയും കല്യാണം കഴിക്കത്തില്ലെന്ന്. അങ്ങനെയാണോ? നമ്മുടെ വീട്ടിൽ സമാധാനക്കേടിന്റെ ദിനോസറുകൾ എത്തിച്ചേർന്നല്ലോ. ഇതെന്താ പറ്റിയതാണോ?
അത് വെടിശബ്ദം കേട്ടോണ്ട് ദിനോസർ രണ്ടും കൂടെ താഴെ പോയതാ. ഇതിന്റെ തല എന്തിയേ? അത് ഫാനിന്റെ ചവിട്ട് വെച്ച് മറിഞ്ഞു പോയതാ. എടുത്തോണ്ട് പോടാ അവിടുന്ന്. അല്ലടാ, പക്ഷേ ദിനോസറിന്റെ ഫ്ലോട്ട് ഉണ്ടാക്കണ്ടായിരുന്നു. അവന്മാര് കറക്റ്റ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ദിനോസറുകളൊക്കെ മാറിയിട്ട് സമാധാനത്തിന്റെ വെള്ളപ്രാവുകൾ വരും, ഒരിക്കൽ വരും. ഒരിക്കലുമില്ല. ആര് പറഞ്ഞു? കറക്റ്റായിട്ടാ ഞാൻ ഡയലോഗ് പറഞ്ഞേ. അയ്യോ, അത് ക്യാരക്ടറാ. പിന്നില്ലേ? നീ ആരാ? ഇവിടുത്തെ മരുമകൾ. ആകെ എന്നോടല്ല ഡയലോഗ്. അതിന് ഉണ്ണി ഇവിടെ കല്യാണം കഴിച്ചില്ലല്ലോ. കല്യാണം കഴിച്ചില്ലെങ്കിലും വീട്ടിൽ പറയാതെ കല്യാണം കഴിക്കാലോ. എന്നോടാ ഡയലോഗ്. നീ ആരാ? നീ ആരാ? ബോംബെ ലോകം മടക്കി വാഴുന്ന കിടുകിട പറപ്പിക്കുന്ന ഗോതമ്പ് ബാൻഡ് റെഡ്ഡിയുടെ ഏക മകൾ മിനി. എന്നാ പന്ന പേരാടി അവൾക്ക് ഇട്ട് കൊടുത്തേ? വലിയ പേരിട്ടപ്പോ അവള് തെറ്റിച്ചു, അതുകൊണ്ട് ചെറിയ പേര് കൊടുത്തതാ. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. എന്റെ മകൻ കല്യാണം കഴിച്ചിട്ടില്ല. അത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. പിന്നെയും വരുന്നു. മോനെ ഉണ്ണി, പള്ളി നിക്കർ വിട്ട് ഒട്ടിയ വയറുമായിട്ട് നിങ്ങളുടെ മുന്നിലൂടെ ഓടി നടന്ന ആ ഉണ്ണിയല്ല ഞാനിന്ന്. പിന്നെ ബോംബെ അധോലോകം കിടുകിട വിറപ്പിക്കുന്ന ഡോൺ. മക്കളെ, അതിപ്പോ അങ്ങ് നിക്ക്. നീ പോയി വിളിച്ചു വിളിക്കടാ. പൈസ തരത്തില്ല, വെല്ലുവിളി. അയ്യോ, ഞാൻ ഒരു കല്യാണം കഴിച്ചു, അച്ഛനും അമ്മയും അറിയാതെ. ആരൊക്കെ എതിർത്താലും ഇനി എന്റെ ജീവിത സഖി ഇവളായിരിക്കും. മടി രക്ഷപ്പെട്ടു. എന്നെ കൂടെ കൊണ്ടുപോടാ. മകൾ അങ്ങനെ പോയി, മകൻ ഇങ്ങനെ പോയി. അവരെ വളർത്തിയ അമ്മ എന്ന നിലയിൽ ഞാൻ പരാജയമാണ്. ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ തൂങ്ങിച്ചാവാൻ പോവാന്നേ. അപ്പൊ നാശിപ്പിക്കാനെ കൊണ്ട് ചാവാനും സമ്മതിക്കത്തില്ലല്ലോ ഇവന്മാര്. നീ പടക്കാട്ടുകാരനല്ലയോടാ? പിന്നെ ഈ നാടകത്തിലില്ലാത്ത നീ എന്തിനാ വന്ന് ഇങ്ങനെ തല്ലിയത്? എന്തിനാണോ ഈ കള്ളപ്പന്നി അവിടെ കൂട്ടിയിട്ടിരുന്ന പടക്കം മൊത്തം വാരി വലിച്ചിട്ട് കത്തിച്ചു കളഞ്ഞു? അതെന്നെ പന്നപ്പണിയാ ചേട്ടാ കാണിച്ചേ. ആഹാ, നിനക്ക് പന്നപ്പണി എന്ന് പറയാം. ഇതിന്റെ ക്ലൈമാക്സ് രംഗത്ത് ഒരു കൂന ഡയലോഗും 4 ഇംഗ്ലീഷ് വാക്കുണ്ട്. അതൊന്നും ഈ നാട്ടുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൂട്ടിയിട്ട് കത്തിച്ചതാ. ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡില് ഇത്രയും കിട്ടിലമായിട്ട് ചിരിച്ചൊരു സ്കിറ്റ് വേറെ ഉണ്ടാവില്ല. ഓഫ്, ഇനി പടക്കം വേണ്ട. ചിരിച്ചിരിച്ച് എനിക്ക് വയ്യ. എന്റെ 2 സൈഡും എന്നെ വേനയാന്നറിയോ ചിരിച്ചിരിച്ച്. രാധി ചേച്ചി എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് എന്തോരം ഫിസിക്കലായിട്ടോ ചെയ്ത് ചേരി കയറുന്നു ഇറങ്ങി. നാടകം ക്വീൻ, നാടകത്തിൽ ഡ്രാമ ക്വീൻ ആണ് ചേച്ചി. ടു ഗുഡ്. സത്യം പറയാം, അതിന് കറക്റ്റായി മാച്ച് പാർട്ട്ണർ വിനോദേട്ടൻ, കറക്റ്റ്. ചക്കിക്കൊത്ത് ചങ്കരൻ, ഒരു രക്ഷയില്ല രണ്ടുപേരും. ഈ എക്സൈറ്റ്മെന്റില് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? യെസ്, ബാ. പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ കരനിറയ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ ഇതിന് തോ ബന്താ ഹേ. നിന്നേ ക്ലാപ്പ് ചെയ്തേ പറ്റൂ. നിന്നിട്ടാണ് ഞാൻ കാശ് തരാൻ പോണത്. ഓ, സൂപ്പർ 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 സൂപ്പർ.
ചേച്ചി ദീപാവലി അല്ലേ, ഒരു അമ്പം കൂടെ ഇട്ടോട് പിള്ളേർക്ക്. ദാ, ഇതൊരു റിഹേഴ്സൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് 75,000 തുറക്കാൻ പറ്റും ഉറപ്പായിട്ട്. അടുത്ത പ്രാവശ്യം ചേച്ചി 75 ഓൺലി. 50 ആണെങ്കിൽ തരൂല കേട്ടോ. 50 ആണെങ്കിൽ ഞങ്ങൾക്ക് കയറണേ ചേച്ചി. ചേച്ചി ദീപാവലിയാണ്, നമ്മുടെ മനസ്സ് നിറയണം അല്ലെ. നമ്മുടെ മനസ്സ് മാത്രമല്ല നമ്മുടെ ഹൃദയം നിറയണം. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും കോമഡി മാസ്റ്റേഴ്സ് ആൾക്കാർ കാണുന്നത് ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് ഈ ദീപാവലിയായിട്ട് ഹൃദയത്തിൽ നിന്നൊരു ചിരി പടർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ബൈജുക്കുട്ടൻ ചേട്ടൻ, പ്രവീൺ ചേട്ടൻ, ഐശ്വര്യക്കുട്ടി ഇവര് 3 പേരാണ് വരാൻ. അതെ, അപ്പൊ നമുക്ക് ഹൃദയം നിറഞ്ഞാൽ പോരാ, ബാറ്ററി നിറയണം. അതിന് ആദ്യം ഓൺ ചെയ്തു തരണം ചേച്ചി. ഓക്കെ, ബാറ്ററി ഓൺ. ബാറ്ററി നിറഞ്ഞു. അപ്പൊ നമ്മുടെ ഹൃദയം നിറയാൻ വേണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ടീം എത്തുകയാണ്. വെൽക്കം. എന്റെ പൊന്നു ദൈവമേ, ദീപാവലി ആണെന്ന് വരുത്തി ഇവിടെ ഇരുന്ന് പടക്കം പൊട്ടിക്കടിച്ച് അങ്ങോട്ട് മാറ്റിയിരുന്ന് പൊട്ടിക്ക്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഹൃദയം മാറ്റി വെച്ചൊരു മനുഷ്യനില്ലേ, അതും പെണ്ണിന്റെ ഹൃദയം. ഇനി പെണ്ണിന്റെ ഹൃദയമാണെങ്കിൽ എന്താ, ഞാനൊരു SI അല്ലേ, ഇപ്പോഴും ഇത് ചങ്കുറപ്പുള്ള ഹൃദയം തന്നെ. എടുത്തിട്ട് പോടാ, എടുത്തിട്ട് പോടാ നീ. മര്യാദക്കല്ലെങ്കിൽ എല്ലാരും വാരി കൂട്ടി ഞാൻ അതിനകത്ത് മുള്ളിയിടും. ചേട്ടൻ പറഞ്ഞേ ചെയ്യോട്ടാ. അതെ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? ചേട്ടന് ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയല്ല, അന്നേരം ഞാൻ പൈസക്ക് എന്തോരം ബുദ്ധിമുട്ടിന്നറിയാമോ? അതെന്തിനാ ബുദ്ധിമുട്ടിയത്? എന്റെ ഫോൺ ഉണ്ടായിരുന്നില്ലേ, ഗൂഗിൾ പേ ചെയ്താൽ മതിയായിരുന്നില്ല. എനിക്ക് പാസ്വേഡ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരിക്കൽ പാസ്വേഡ് പറഞ്ഞു കൊടുത്തതിന് ഇപ്പൊ ഹൃദയം മാറ്റേണ്ടി വന്നത്. ഇപ്പൊ എനിക്കൊന്നും കിട്ടാനില്ല. അതാ ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ചേട്ടന് ഹൃദയം തന്ന കവിതയുടെ ഭർത്താവുണ്ടല്ലോ, മൂപ്പരിന്നെ 3-4 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന്. അവൻ എന്നോട് സ്നേഹം കൊണ്ടടി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നിന്റെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയായിരുന്ന? ചുമ്മാ ബോധക്കേട് പറയല്ലേ, എന്റെ അച്ഛനാ നിങ്ങൾക്ക് കൂട്ടിയിരുന്നേ. അച്ഛൻ കൂട്ടിയിരുന്ന കാര്യമൊന്നും പറയണ്ട. ഡോക്ടർക്ക് ECG കാണണമെന്ന് പറഞ്ഞപ്പോ പുറത്ത് കൊണ്ടുപോയി JCB കാണിച്ചു കൊടുത്തവളാണ്. ദൈവം പുറത്ത് അതും ഇതും പറഞ്ഞാ കേട്ടാ. അതും നിന്റെ അച്ഛന് ചെയ്യാ. ഒരു SIയുടെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ നെഞ്ചത്ത് ഉമ്മ നോക്കണോ നീ? അയ്യോ, ഞാൻ നിങ്ങളുടെ തല്ല ഉമ്മ വെച്ചത്. പിന്നെ ഞാൻ എന്റെ കവിതയ്ക്കാണ് ഉമ്മ കൊടുത്തത്. മനിഞ്ഞു കയറി വന്ന് ഉമ്മ വയ്ക്കാനാണോ? അല്ല, ഹൃദയം കാണാൻ. ഹൃദയം കാണാൻ വല്ല OTT-ക്കകത്ത് പോയി കാണണം. എന്റെ ഭാര്യ കവിതയുടെ മാറ്റിവെച്ച ഹൃദയം കാണാൻ. എടാ, നിന്റെ ഭാര്യയുടെ ഹൃദയം എന്റെ അലമാരിക്കകത്ത് മാറ്റി വെച്ചാക്കിയല്ല, നിനക്ക് വരുമ്പോ തന്നെ തുറന്നു കാണിച്ചു തരാം. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയമില്ലാതെ തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു സജ്ജി ഹൃദയവുമായിട്ട് ഒരാൾ വന്നു. കുഞ്ഞമ്പാമ, കുഞ്ഞുമോൻ. എന്നോട് നിങ്ങൾ നെറിവേട് കാണിക്കരുത്, നെറിവേട് കാണിക്കരുത്. ഈ നെറിവില്ലാത്തവർ ഇവിടെ എന്തൊക്കെയാ പറയണത്? എനിക്ക് മനസ്സിലായില്ല. സംഭവം പുള്ളി പറഞ്ഞ ശരിയാ. പുള്ളിയും കൂടെ മനസ്സ് വെച്ചത് കൊണ്ടാണല്ലോ ചേട്ടൻ ഇങ്ങനെ ആരോഗ്യപരമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടാൽ. നീ പറയണോട്ടല്ല അവൻ. ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചു. സൈക്കോടി, സൈക്കോ. സൈക്കോയാ? പിന്നെ അണ്ണാന്റെ പല്ല് പൊന്തി എന്നും പറഞ്ഞ് അതിനെ കൊണ്ടുപോയി കമ്പിട്ടോണ്ട് അണ്ണാകുഞ്ഞിന്റെ കല്യാണം നടന്നു. അയ്യോ, പല്ല് പൊങ്ങിയാന്ന് പറഞ്ഞ എത്ര ആലോചന മുടങ്ങിപ്പോയി. ഇതങ്ങോട്ട് പിടിച്ചേ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി മേടിച്ചോണ്ടാണ് നിന്റെ ഈ ചേട്ടൻ വന്നത്. കുട്ടിട്ട് സാരി. എടാ, ഒരു SI ആയ ഞാൻ സാരി ഉടുത്തതിന്റെ മുന്നിൽ കൂടെ വന്നോ? ഈ കിലോ കോക്കാൻ വെച്ച് കാണിക്കാനാണ് ഞാൻ ഈ യൂണിഫോം ഇട്ട് വിളിക്കണത്. സോറി സാർ, എന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അറിവില്ലായ്മയാണെങ്കിലും ആളും തരോ നോക്കി പറയണ്ടേ? കേട്ടിക്കളയൂലേ ഞാൻ, കേട്ടിക്കളയൂലേ. ഇന്ന് ദീപാവലി ആയിട്ട് ഈ അമിട്ട് ഞാൻ എവിടെ വെച്ച് പൊട്ടിക്കും? ഒഴിഞ്ഞൊരു പറമ്പ് കിട്ടിയെന്ന് അവിടെ വെച്ച് പൊട്ടിക്കായിരുന്നു. ആണ്ടേ, ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പ് കിടപ്പുണ്ടല്ല. പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു
തരാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നീ എന്റെ കവിതയാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന സാരി ഉടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. സാരി ഉടുത്തില്ലെങ്കിലാ നിന്നെ നെഞ്ചത്ത് വെച്ച് ഞാനിത് പൊട്ടിക്കും. കവിത എന്താ ചേട്ടാ ഇവിടെ പോവാ. ചേട്ടന് സാരി ഉടുത്ത് കാണണം. ചേട്ടൻ എന്ത് പരിപാടിയാ കാണിക്കുന്നേ? എടേ ഇപ്പൊ അവൻ തുണി ഉടുക്കാനാ പറഞ്ഞിട്ടു. ഞാൻ അവിടെ നിന്നാ ചെലപ്പോ അവൻ തുണി അഴിക്കാൻ പറഞ്ഞാലോ. അതെ, എന്റെ ചേട്ടന് ഒന്നും ചെയ്യല്ലേ. അയ്യോ, ഞാനായിട്ട് ഒന്നും ചെയ്യത്തില്ല. നീ തന്നെ അവന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കും. ഉണ്ടാക്കണ്ട, പെങ്ങളെ കരയണ്ട. നിങ്ങളെല്ലാരും വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ സൈക്കോയൊന്നുമല്ല. എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ഞാൻ തിരിച്ചും പെരുമാറുള്ളൂ. പെങ്ങൾ നന്നായിട്ട് തന്നെയല്ലേ എന്നോട് പെരുമാറിയത്. അപ്പൊ എന്റെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് തന്റെ വീടോ? ഞാൻ സൈക്കോ അല്ലേ, ലോജിക്ക് നോക്കണ്ട. സ്ഥിതിക്ക് ഒരു ജ്യൂസ് കുടിച്ചിട്ടൊക്കെ ഇരിക്കാം. എന്നാ ഞാൻ ഇപ്പൊ ഓർഡർ ചെയ്യാമേ? അയ്യോ വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനുള്ള ജ്യൂസും ഒക്കെ ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഇന്നാ ജ്യൂസ് കുടിച്ചോ. ഇതാ ജ്യൂസാ? ഇതെങ്ങനെ കുടിക്കാനാ? അറിയാം. ഒരു കാര്യം ചെയ്, ഈ പപ്സ് കൂടി കൂട്ടി കടിച്ചു. അമ്മച്ചി കുടിക്ക്. നല്ല പപ്സാ. കേട്ടാ കവിതേ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം. കവിതേ, നീ സാരി ഉടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം. അയ്യോ, നീ പണ്ട് കൈകൊട്ടി കളിക്ക് പോകുന്നതല്ലായിരുന്നു? എനിക്കിപ്പോ ഇവിടെ വെച്ച് നിന്റെ കൈകൊട്ടി കളി ഒന്ന് കാണണം. കൈകൊട്ടി കളിക്കാം. ഞാനാ നിന്റെ മുമ്പിലാ? നിനക്കൊല്ല പ്രാന്തിട്ടാളാ. കവിതേ എന്താ എടി അവന് കൈകൊട്ടി കളി കാണണോന്ന് മനസ്സിലായി. ഇന്നെങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. കണകണ 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 കണ. കണകണ നല്ല ഐഡിയ. കവിതേ എന്തേ പാട്ടിടാത്തേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവനിനി എന്തെടുത്ത് പൊട്ടിക്കും? എടാ നീ സൈക്കോ ആണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ സൈക്കോളാ. എവിടാ നിന്റെ ഗുണ്ട? വിടടാ. ഇവിടെ എന്റെ കവിതേ അയ്യോ കവിതേ എന്താ? തണ്ടടാൻ. ആയി താലിമാല. താലിമാല എന്ത് ചെയ്യാനത്? ഞാൻ അലമാരി കൊണ്ടുവന്ന് വെക്കാം. ഈ അലമാരി വെക്കാനല്ല, ഇത് എനിക്ക് എന്റെ കഴുത്തെ ചാർത്തണം. എന്റെ കഴുത്തിലാ? നാളുണ്ടാണോ നിനക്ക് ഒരു പുരുഷന്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട്? കവിതേ എന്താ? പെങ്ങൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ? പിന്നെ വന്ന് മുടിവാക്കി പിടിച്ചു കൊടുക്ക്. കല്യാണമായിട്ട് നീ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നാ? അതെന്താ അങ്ങനെ ചോദിച്ചു? വയറ്റിന്ന് കുളുകുളൂന്ന് കേൾക്കണം. അതല്ല, ഞാൻ കൊര വീട്ടതാ. നാത്തൂനെ കൊര. ഏട്ടാ ഇനിയിപ്പോ താലിയിട്ട് കഴിഞ്ഞ് കൊരവിടലും കഴിഞ്ഞില്ലേ? ഏട്ടന് സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനി പോയിക്കൂടെ? ഓ, എനിക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷമായി. അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ? പോട്ടെ. ശരി ശരി. എന്താ അയ്യോ ചേട്ടാ, ഈ താലി കെട്ടിയ സ്ഥിതിക്ക് ഇനി അങ്ങേര് ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുമോ? ഫസ്റ്റ് നൈറ്റ് കണ്ടന്റ് ഇല്ലാത്ത ക്ലൈമാക്സും പറഞ്ഞു പോയ കവിതേ എന്ത്? നമ്മുടെ
കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിന്നൊരു കാര്യം ചോദിക്കണം. കഴിക്കാൻ പറയരുത്. നിനക്ക് വേറെ ആരായിട്ട് ഒരു ബന്ധമില്ലേടി? അയ്യോ ഒന്ന് സത്യമായിട്ട് എനിക്ക് ആരോടും ബന്ധമില്ല ചേട്ടാ. നോക്കി നുണ പറയുന്നോടി നുണച്ചി. നിങ്ങളൊന്നും രസയല്ലേ? നിങ്ങളെ പേടിപ്പിച്ച് വിറപ്പിക്ക് ചേട്ടാ. മീശ കൊണ്ട് ഗോഷ്ടി കാണിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് വിറപ്പിക്ക്. സദാശിവന്റെ മേത്താണ് നീ കൈവച്ചത്. എന്റെ ദേഹത്ത് കൈവച്ചവരാരും വെറുതെ വിട്ടിട്ടില്ലടാ ഞാൻ. കവിതേ എന്തേ നമുക്ക് ഹണിമൂൺ എവിടെ പോണോടി? ചേട്ടാ ഹണിമൂണിനൊന്നും പോകണ്ട. ഞാൻ വേറൊരു ആഗ്രഹം പറയട്ടെ. ഇന്ന് ദീപാവലി ആയിട്ട് ചേട്ടന്റെ കയ്യിലിരിക്കണ കൊണ്ട് ഞാൻ പൊട്ടിച്ചോട്ടെ. പിന്നെന്താ, ഇന്നാ കൊണ്ടുപോയി പൊട്ടിച്ചോ. സദാശിവനോടാണ് അവന്റെ കളി. ചേട്ടനോടാണോ നിന്റെ കളി? ഞാൻ വെറും പോങ്ങനാണെന്ന് വിചാരിച്ചോടാ നീ. എന്റെ ചേട്ടൻ പോങ്ങനാണെന്ന് വിചാരിച്ചോടാ നീ. ഇനി നീ ഏത് കൊണ്ടെടുത്ത് പൊട്ടി? നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മൂന്നുപേരും കൂടി അകത്ത് പോയിരുന്ന് സംസാരിച്ചാലാ? അയ്യോ അങ്ങനല്ല, നിങ്ങളെ കല്യാണമല്ലേ കഴിഞ്ഞേ, അപ്പൊ നിങ്ങളല്ലേ അകത്ത് പോയിരുന്ന് സംസാരിക്കണ്ടേ? ഞാൻ ജസ്റ്റ് ഒരു വഴി പോകല്ലേ, ഞാൻ എന്റെ വീട്ടിൽ പോവാണേ. കവിതേ എന്തേ ഹാപ്പി ദീപാവലി. അയ്യോ നല്ലൊരു സ്കിറ്റ് നമ്മൾ അങ്ങനെ കണ്ടിരിക്കുകയാണ് അല്ലെ? പടക്കത്തിന്റെ മറ്റേ മാലപ്പടക്കോ, ഈ മാലപ്പടക്കം മീറ്റർ കണക്കിന് ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കുന്ന സ്വഭാവം ആർക്കൊക്കെ ഉണ്ട് ഇവിടെ? അത് കൊറേ സൗണ്ട് കേൾക്കുന്ന പണ്ട് ചെയ്യാറുണ്ട്. ഇവനൊക്കെ ചെയ്യും. നമ്മളിപ്പോഴും ചെയ്യും, എപ്പോഴും ചെയ്യും. വീട്ടിലോട് ദീപാവലി, കല്യാണം, വിഷു എല്ലാത്തിനും പൊട്ടിക്കും പടക്കം. നമ്മള് വിഷുവിന് ചെയ്യും. യെസ്, വിഷുവിന് ചെയ്യും. എനിക്കൊന്ന് കണ്ണൂർ സൈഡിൽ എങ്ങനെയായി പടക്കം പൊട്ടിക്കും? ദീപാവലിക്ക് മാത്രമാണോ അതോ ഈ പറഞ്ഞ പോലെ വിഷു ഓണത്തിന് പൊട്ടിക്കോ? ഇല്ല, വിഷുവിന് പടക്കം പൊട്ടിക്കും. അതുപോലെ തന്നെ ഒരു വീട്ടിൽ എത്രത്തോളം സൗണ്ട് നിൽക്കുമോ അത്രത്തോളം പടക്കങ്ങൾ മേടിച്ച് അതൊരു മത്സരം പോലെയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെയുണ്ട്. അതെ, എന്ന് പറയുന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്നു ഓരോ പൊട്ടുന്നതല്ല, പടക്കം പോലെ അടിപൊളിയായിട്ടുള്ളത്, ഗംഭീരമായിരുന്നു. ഹൃദയപൂർവ്വം ചിരിക്കാൻ കുറെ ഹൃദയ കോമഡികൾ. അതെ, സൂപ്പർ. ബാറ്ററി എത്രത്തോളം ഹൃദയപൂർവ്വമായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കിയാലോ? നോക്കാം. കര നിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, ധൃതതുണ്ടന താളത്തിൽ ഞാൻ. കര നിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. 35,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ചേച്ചി. ദിവാലി ആയിട്ട് 35,000 rupees. ദിവാലി അടിച്ചു പൊളിക്കാം. ഹാപ്പി ദിവാലി. വീട്ടിൽ എല്ലാവരോടും ഒക്കെ ദിവാലി വിഷസ് അറിയിക്കണം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ദീപാവലി കഴിഞ്ഞിട്ടില്ല, സ്വീറ്റ്സോടെ നമ്മൾ പറയാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വെരി വെരി ഹാപ്പി ദിവാലി. പടക്കം പൊട്ടിക്കണ്ടേ? പടക്കം പൊട്ടിക്കാം.
വസന്ത പകലേ കരകവിഞ്ഞുവാ സിര നിറഞ്ഞുവാ തിരകളാകും ആനന്ദ കടലേ